സ്വാഗതം. മദ്യപാനി അറ്റൻഡൻസ് വെച്ചിരിക്കുകയാണ്. ഡ്രങ്കിനെ കാണാം. പുതിയൊരു വീടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്ത് ഞാനും ഡ്രങ്കൻ ചെയ്യപ്പെടും. ഈ മനോഹരമായ രാത്രിയിൽ ഇന്ന് സത്യം പറഞ്ഞാൽ നല്ല മഴയും നല്ല തണുപ്പും. ഓഫീസിൽ നിന്ന് വന്ന് സത്യം രാവിലെ തന്നെ ഡ്രങ്കൻ ചെയ്ത് പറഞ്ഞു ഞങ്ങൾ, എടോ ഇന്ന് ഒരു കാലത്തിൽ നമ്മൾ വെള്ളവടി ഇല്ല എന്ന് പറയണം. അതുകൊണ്ട് വിളിക്കരുത്, ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വേറൊരു കാര്യത്തിന് വേണ്ടി എനിക്ക് അങ്ങോട്ട് വിളിക്കേണ്ടി വന്നു. അപ്പോഴേക്ക് ഈ കുടികാരൻ പറയുന്നത്, എടാ നല്ല മഴ നല്ല തണുപ്പ്, ചെറിയൊരു വെള്ളവടി കഴിച്ചാൽ ഒരു ബിയർ മതിയുന്നു, കൂടുതൽ വേണം. അപ്പൊ പിന്നെ എന്റെ മനസ്സ് മയങ്ങിപ്പോയി. ബിക്കോസ് ഐ എം മദ്യപാനി ആൻഡ് ഐ എം ആൻ ആൽക്കഹോളിക് ഗൈസ്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. വെള്ളം അടിച്ച് പൂസാണ് അല്ല ചെയ്യും. ലെറ്റ്സ് ഗോ ഗൈസ്, കം ഓൺ. നമ്മുടെ കമ്പനിക്കാരൻ താ എത്തിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. സോ ഗായ്സ്, നമ്മുടെ കമ്പനിക്കാരൻ താ ആ സോഡ കുപ്പിയുടെ പുറയിൽ ഒളിച്ചിരിപ്പുണ്ട്. നമ്മുടെ ഡ്രങ്കൻ ജി ഇടക്കിടക്ക് ഒളിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ കണ്ടിട്ടില്ലേ, തസ്കര വീരൻ. സോ മറ മാറ്റി പുറത്ത് കൊണ്ടുവരട്ടെ. ദ വൺ ആൻഡ് ഓൺലി ആന്റിക്വിറ്റി ബ്ലൂ. ആന്റിക്വിറ്റി ബ്ലൂ എന്നൊക്കെ പറയുമ്പോൾ കണ്ടല്ലോ, ബ്ലൂ ബോട്ടിൽ, ബ്ലൂ ഷെയ്ഡ്, എല്ലാം ബ്ലൂ മയമാണ്. ഇന്ന് മറ്റൊരു വെറൈറ്റി കൂടെ ഉണ്ട് മിസ്റ്റർ ഡ്രങ്കൻ ജി. നമ്മൾ ആന്റിക്വിറ്റി ബ്ലൂ മേടിച്ചതിന്റെ കൂട്ടത്തിൽ കിങ് ഫിഷർ ബ്ലൂ കൂടെ ഉണ്ട്. വാട്ട് എ കോയിൻസിഡൻസ് അല്ലേ മാൻ? മൊത്തം ബ്ലൂ. അതെ, മൊത്തം ബ്ലൂ. നമ്മുടെ ഉടുപ്പും കൂടെ ബ്ലൂ ആയിരുന്നു, എല്ലാം പൊളിയായിരുന്നു. അപ്പൊ ഗായ്സ്, ആന്റിക്വിറ്റി ബ്ലൂവിനെ കുറിച്ച് പറയാനാണെങ്കിൽ പറയാൻ ഒരുപാടുണ്ട്. ബട്ട് കഴിക്കാനാണ് അതിനെക്കാട്ടി കൂടുതലുള്ളത്. ഇതൊരു പ്രീമിയം അൾട്രാ വിസ്കിയാണ്, അതായത് അൾട്രാ പ്രീമിയം വിസ്കി. ഇതൊരു ഇന്ത്യൻ ലെജൻഡ് ആണ് ആക്ച്വലി. നമ്മുടെ യുണൈറ്റഡ് സ്പിരിറ്റ്സ് ലിമിറ്റഡിന്റെ ഒരു വിൻറ്റേജ് പ്രോഡക്റ്റ് ആണ് ആന്റിക്വിറ്റി ബ്ലൂ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ബട്ട് ഇന്ന് ട്രൈ ചെയ്യാൻ അവസരം കിട്ടി. നമുക്ക് അവസരം ഒരുക്കി തന്നത് മറ്റൊരു വ്യക്തി കൂടിയാണ്. ആ വ്യക്തി ആരാണെന്ന് അറിയേണ്ടത്. സോ ഗായ്സ്, ഇന്ന് നമ്മൾ ആന്റിക്വിറ്റി ചെയ്യാൻ കാരണക്കാരനായ വ്യക്തി ആരാണെന്ന് അറിയേണ്ടത്. യെസ്, മിസ്റ്റർ അരുൺ ജോസഫ്. പുള്ളിക്കാരനാണ് നമ്മളോട് ആന്റിക്വിറ്റി ഒന്ന് റിവ്യൂ ചെയ്യാമെന്ന് റിക്വസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന്റെ റിക്വസ്റ്റ് നമ്മൾ ഒരുപാട് മാനി. അത് മാത്രമാണ് നമ്മുടെ അജണ്ട. സോ ദിസ് വീഡിയോ ഈസ് ഡെഡിക്കേറ്റഡ് ടു മിസ്റ്റർ അരുൺ ജോസഫ്, ദാറ്റ് മാൻ. ഓക്കെ, സോ താങ്ക് യു മിസ്റ്റർ അരുൺ ഫോർ റെക്കമെൻഡിങ് ദിസ്. സോ മിസ്റ്റർ ഡ്രങ്കൻ ജി, നമ്മുടെ ഇന്നത്തെ പരിപാടി തുടങ്ങിയാലോ? ആർ യു റെഡി? തണുപ്പിച്ചേക്കാം, മരവിപ്പിച്ചേക്കാം അല്ലേ? വലിയ പീസ് സൈസ് നോക്കുവാണ് എന്നെ കൊല്ലാനായിട്ട്. അപ്പൊ ഇന്ന് ശരിയാ, ഓൾറെഡി മഴയും പെയ്ത് 2 ദിവസമായിട്ടുള്ള മഴയാണ്. പിന്നെ പോരാത്തതിന് ഇവിടെ കിടക്കാച്ചി AC, പിന്നെ നല്ല തണുത്ത ബിയറും കൂടെ ഫിനിഷ് ചെയ്തിരിക്കുന്ന കാരണം മൊത്തത്തിലൊരു തണുപ്പ് മയം. അതിനിടക്ക് മതി. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു എന്നെ കൊല്ലാതിരിക്കുന്നു. താങ്കൾക്ക് സോഡ ഇപ്പൊ ഹറാമല്ലായിരുന്നു? കുറെ കാലമായിട്ട് സോഡ യൂസ് ചെയ്യാറില്ല. ആന്റിക്വിറ്റി അല്ലേ, സോഡയൊക്കെ ഒഴിച്ച് നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്തു. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എന്താ ബൂസ്റ്റാ കലക്കാനായിട്ട്? നമ്മുടെ വിന്റേജ് ആന്റിക്വിറ്റിയുടെ ഫസ്റ്റ് ഇയേഴ്സിലൊക്കെ നമ്മൾ കടന്നിരിക്കുകയാണ് അല്ലേ ഡ്രങ്കൻ? യെസ്, ദ ഫസ്റ്റ് ഇയേഴ്സ് ഓഫ് ദ ആന്റിക്വിറ്റി. നമ്മുടെ ഇന്നത്തെ ഇടിവെട്ട് സൈഡ് ഡിഷ് എത്തിക്കഴിഞ്ഞു. കണ്ടാ, നല്ല ഒന്നാം തരം
ബീഫ് വരട്ടിയത്. ചില്ലി ചിക്കനും ചില്ലി ബീഫും ചില്ലി ചൈനക്കാരെ എല്ലാം നമ്മൾ ബഹിഷ്കരിച്ചു അല്ലേ ഡ്രങ്കഡ് ജി? ഇന്ന് നമുക്ക് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ, നമ്മുടെ നാടൻ കേരള സ്റ്റൈൽ മതി നമുക്കിന്ന്. അത് കാരണം നല്ല ഒന്നാം തരം ബീഫ് വരട്ടിയതാണ് മേടിച്ചത്. ഏട്ടാ ആ കറിവേപ്പിലയും ആ മുളകൊക്കെ കിടക്കുന്ന കണ്ട ഇപ്പൊ ഒരു അതിനേക്കാൾ വിറ്റായിട്ടുള്ള വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം. കണ്ട 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 എന്താണ്ട കൊണ്ട് വരുന്നുണ്ടല്ലോ ഇങ്ങോട്ട്. എന്താണെന്ന് വെടിയിറച്ചിയാ? ഓക്കെ, എന്നാ വെടിയിറച്ചിയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് താങ്ങിക്കാം മോനെ. എന്ത് പറയുന്നു ഡ്രങ്കഡ് ജി? അതെ, അത്രേ ഉള്ളൂ. നല്ലതല്ലാതിരിക്കേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഇതിനകത്ത് കാണുന്നില്ല. താനൊരു കാര്യം മറന്നു വേടോ, തന്റെ ട്രേഡ് മാർക്കായ ആ നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്ന ആ ഒരു രംഗം ഉണ്ടല്ലോ, അതുകൂടെ ഒന്ന് ഇട്ടേക്ക് മോനെ. Come on, let's do it, man. കറക്റ്റ് ടേസ്റ്റ് അറിയണമെങ്കിൽ ആദ്യം ഒരു നാരങ്ങ ഒഴിക്കുക പറഞ്ഞു കൊടുത്തു. അതെ, അതിന്റെ കറക്റ്റ് എക്സാക്ട് ആയിട്ടുള്ള സ്റ്റോക്ക് ടേസ്റ്റ് അറിയാനല്ലേ. ഓക്കെ, അപ്പോ നമ്മുടെ മദ്യപാനി റിവ്യൂ തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ എല്ലാരും ഞാൻ നിങ്ങളെ നോക്കിയിരിക്കുവായിരുന്നു. നമ്മുടെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യണ്ടേ? നിങ്ങളില്ലാതെ എന്ത് റിവ്യൂ? ഓക്കെ, അപ്പൊ guys, it's time for the nosing round. വാർണിഷ് ചുമ്മാ പറഞ്ഞാണ് guys. നല്ലൊരു വുഡി സ്മെല്ലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ തടിയുടെ മണം അതാണ് guys, നല്ല തടിയുടെ മണം. എക്സാക്റ്റ് ആയിട്ട് പറയണം, നല്ല തടിയുടെ മണം. ഇനി കൂടുതൽ മണപ്പിക്കുന്നില്ല, തടിയുടെ മണം അത് മതി. യെസ് ഗൈസ്, നത്തിങ് മോർ. നല്ല വുഡി സ്മെല്ലാണ്. ഇനി നമുക്ക് നമ്മുടെ ടേസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാം. അപ്പോൾ ടേസ്റ്റ് റൗണ്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് നമുക്ക് ഒരു ഇത്തിരി ഐസിലാണ്. മതിയോ? മേടിക്കുന്നു. യെസ്, ഓഫ് കോഴ്സ്. കാരണം ടേസ്റ്റ് അറിയണമെങ്കിൽ സോഡ ഒഴിച്ച് കുളിപ്പിക്കാൻ പാടില്ല, ഡ്രൈ അടിക്കണം. അതല്ല അതിൻ്റെ ഒരു ഇത്. Just like this. So, Madhubani is going to review it, man. ഫസ്റ്റ് തന്നെ വായിലോട്ട് വന്നെന്ന് പറഞ്ഞാൽ നല്ല വുഡിയായിട്ടുള്ള, ഞാൻ ഇന്നത്തെ സ്മെല്ല് പറഞ്ഞല്ലോ, സ്മെല്ല് പോലെ തന്നെ നല്ലൊരു വുഡി ഫിനിഷാണ് എനിക്ക് കിട്ടിയത് വായിലോട്ട്. ഒന്ന് ട്രൈ ചെയ്യാം. മറ്റെന്തെങ്കിലും കിട്ടുമെന്ന് നമുക്ക് അറിയണ്ടേ? എവിടെയൊക്കെ ഒരു കാർമലല്ല ക്യാരമലിൻ്റെ ഒരു അംശം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എവിടെയൊക്കെയോ ഒരു സൈഡായിട്ടൊരു ഹണിയുടെ ഒരു ഫിനിഷിംഗ് ഉണ്ട്. ബട്ട് നമുക്ക് എറിച്ചിരിക്കുന്ന ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല വുഡൻ ഫിനിഷാണ്. അതായത് നല്ല തടിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ക്യാരമലൈസ്ഡ് സ്മെൽ, ക്യാരമൽ ആൻഡ് ഹണി, ഇതൊക്കെയാണ് എനിക്ക് ഫീൽ ആയത്. ഓക്കെ, സോ സീരിയസ് കണ്ടു. നമ്മുടെ ആൻറ്റിബയോട്ടിക് കഴിച്ചൊന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വേറൊരു ബ്രാൻഡ് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ ജാക്ക് ഡാനിയൽസ്. പുള്ളിക്കാരൻ്റെയൊക്കെ ഏതൊക്കെയോ ഒരു അംശത്തിൽ എനിക്കൊരു സാദൃശ്യം തോന്നുന്നുണ്ട്. കാരണം ഡ്രൈ അടിച്ച് ഫിനിഷ് ചെയ്ത് ഗ്ലാസ് വെക്കാൻ പോയപ്പോഴേക്കും ആ ഒരു സ്മോക്കിനെസ് കയറി എവിടെ നിന്നും എനിക്കറിയത്തില്ല. നല്ലൊരു സ്മോക്കിനെസ്സും കൂടി ലാസ്റ്റ് ഒരു റിഫ്രഷ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിച്ചു. അതൊരു നല്ല ക്വാളിറ്റിയാണ്. ഗായ്സ്, അപ്പൊ നമ്മുടെ കള്ള ഡ്രങ്കഡ് ജി ലാസ്റ്റ് പെഗ് ഡ്രൈ അടിക്കാനുള്ള പരിപാടികളാണ്. താൻ ഡ്രൈയിൽ അഡിക്റ്റ് ആയിപ്പോയില്ലോ. ആ ഒരു സ്മോക്കിനെസ് ശരിക്കും അല്ലേ, ആ ഒരു ജേഡിനെ ഓർപ്പിക്കുന്നുണ്ട്. ആഹാ, അറിഞ്ഞിട്ട് എന്റെ ബാക്കി കാര്യം അല്ലേ. എന്തേ? ഓഹോ, ശരി, ഓക്കെ ഓക്കെ, ഇറ്റ്സ് ഓൾ യുവേഴ്സ് മാൻ. എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാല് യെസ്, the last cheers, the dry cheers of the night guard. എന്തേ കൈയും തലയൊന്നും കുലിക്കുന്നില്ലേ?
ഒരു കാര്യം ഓർക്കാം, ജേഡിയുടെ ആ ഒരു സുഖം സത്യമാണ് ഗായ്സ്. ശരിക്കും എനിക്ക് തോന്നുന്നില്ല ജെഡിയുടെ ഒരു ഫീല്. അതുകൊണ്ടാണ് ഞാൻ ട്രൈ അടിച്ച്. ഇപ്പൊ എല്ലാം ഓക്കെ. ഈ മുളക് കൂടി കഴിക്കും ഇപ്പൊ നല്ല കളർ. സോ ഗായ്സ്, നമ്മുടെ ആന്റിക്വിറ്റി ബ്ലൂവിന്റെ ഒരു ഫുള്ളിന്റെ പ്രൈസ് കണ്ടില്ലേ നിങ്ങള്? 1830 രൂപയേ ഉള്ളൂ ഗായ്സ്. കാരണം ഇതുപോലൊരു ക്വാളിറ്റി ഉള്ള ഒരു സാധനത്തിന് 1830 രൂപയെങ്കിലും വേണ്ടേ? വേണ്ടേ മിസ്റ്റർ ഡ്രാങ്കഡ് ജി? വേണം, അത്രേ ഉള്ളൂ. സോ ആന്റിക്വിറ്റി ബ്ലൂ, മിസ്റ്റർ അരുൺ ജോസഫ്, I dedicate this video once again to you man. കാരണം ഇതുപോലെ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ബ്രാൻഡ് ഞങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്തതിന് താങ്കൾക്ക് ഹാറ്റ്സ് ഓഫ് മാൻ, ആൻഡ് താങ്ക് യു വൺസ് അഗെയിൻ. നമ്മുടെ ഡ്രങ്കഡ് ജി അവിടെ പണി തുടങ്ങി മക്കളെ. അത് എന്റെയാണോ താങ്കളുടെ ആണോ? ഓക്കെ. ബിയർ ഒഴിക്കുമ്പോഴൊക്കെ ഒരു സന്തോഷം കണ്ട ഡ്രങ്കഡിന്റെ. ഓഹോ, എന്നെ പതപ്പിച്ച് കൊന്നല്ലേ? പതയില്ലെന്ന് പറയുന്നു. പതയില്ലെന്ന് പറയുന്നു. ഒന്നൊന്നര പതയായിപ്പോ എന്തായാലും. ഓക്കെ, ഫൈനൽ ചേഴ്സിലേക്ക് കിടക്കാം. സോ ഗായ്സ്, നമ്മൾ പൂൾ കളിക്കാൻ വന്നതല്ല, ബിയർ അടിച്ച് പൂളിലേക്ക് കടക്കാൻ വന്നതാണ്. സോ ഈ രാത്രിയിലെ ലാസ്റ്റ് ചേഴ്സ് എത്തി കഴിഞ്ഞു ഗായ്സ്. വിത്ത് യു ആൻഡ് മിസ്റ്റർ ഡ്രാങ്കഡ് ജി, the last years of the night guys. Cheers. That's it. ഇനി അണ്ടർഗ്രൗണ്ട് കളിയാണ്. അതിപ്പോഴല്ല, ഇനി പിന്നെ. സോ പുതിയൊരു ബ്രാൻഡ് നമ്മൾ അടുത്ത വീഡിയോ കാണുക. അതുവരെ cheers.